ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹേർട്ട് ആൻഡ് വോയിസ് യൂട്യൂബ് ചാനൽ. നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ പലരുടെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികളാൽ കൊണ്ടോ കനത്ത വേദന അനുഭവിക്കേണ്ടി വന്നവരായിരിക്കാം. അവർ നമ്മളെ വേദനിപ്പിച്ചാൽ എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നാണ് ഇന്നത്തെ വിഷയം. ഈ വീഡിയോ മുഴുവനായി കാണുക. ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിന് ശക്തിയും മനസമാധാനവും ലഭിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുഖ്യ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അത് അവർ അറിയാതെ സംഭവിച്ചതായിരിക്കാം. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ കാരണമാകും. അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരിക്കലും തിടുക്കത്തിൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കരുത്. കോപം വരുമ്പോൾ ഉടൻ പ്രതികാരം ചെയ്യാതിരിക്കുക. നല്ലൊരു ശ്വാസമെടുത്ത് പകുതി മണിക്കൂറും ഒരു ഇടത്തിരുന്ന് ശാന്തമായി ആലോചിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. നിങ്ങളുടെ വികാരം നിങ്ങൾ അവരോട് നേരിട്ട് ശാന്തമായി വിനയത്തോടെ പറയുക. നിങ്ങൾ പറഞ്ഞത് എനിക്ക് വേദനിച്ചു, എനിക്ക് നല്ലവണ്ണം വേദനിച്ചു എന്ന് അവരോട് തുറന്നു പറയുക എന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്തെന്ന് നോക്കാം. സ്റ്റെപ്പ് 4 എന്നത് പ്രതികാരം ഒഴിവാക്കുക എന്നതാണ്. കാരണം പ്രതികാരം ചെയ്യുക എന്നത് മനസ്സിനെ കൂടുതലും വിഷമിക്കാൻ കാരണമാകും. നിങ്ങളെ വേദനിപ്പിച്ച ആളിൽ നിന്നും നിങ്ങൾ മികച്ചതാണെന്ന് പറയിപ്പിക്കുക. അടുത്തതായി പറയാനുള്ളത്, സ്വയം പരിഗണന നൽകുക എന്നതാണ്. സ്വയം സംരക്ഷിക്കാനും സ്വയം സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങൾ നല്ലവനാണ്, നിങ്ങൾ നല്ലവളാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ മൂല്യം ആർക്കും കുറച്ച് കാണിക്കാൻ കഴിയില്ല. ആറാമതായി പറയാനുള്ളത്, മാപ്പ് നൽകാൻ ശ്രമിക്കുക എന്നതാണ്. മാപ്പ് പറയുക എന്നത് അവരുടെ പിശക് ന്യായീകരിക്കുക എന്നതല്ല. നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായി പറയാനുള്ളത്, മുന്നോട്ട് പോവുക എന്നതാണ്. അവരിൽ നിന്ന് വിട്ടു നിൽക്കുക, പിന്നിലേക്ക് നോക്കാതിരിക്കുക, പുതിയ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.